ഹായ്, ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടൊരു കുട്ടി ഷോർട്സ് അത്തച്ചമയം കാണാൻ പോണതിൻ്റെയാണ് കേട്ടോ. വലിയ ഹെവി ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വലിയ വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ഇപ്രാവശ്യം ഞാൻ വലിയ വീഡിയോ ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം തോന്നിയ ചേപ്പേനെ ഇടും കേട്ടോ. പറയാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരുന്നിരുന്നത്. പിന്നെ എന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിന് ഇനി കുറച്ചും കൂടെ പരിപാടീസ് ഉണ്ട്. എനിക്ക് വയ്യാത്ത കാരണം നമുക്കതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഇടാനുള്ള താമസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇടാനായിട്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നില്ല. ഇനി വിചാരിക്കുമല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലടാ. ഞാനിപ്പോൾ ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ അപ്പുണ്ണിയുണ്ട്, അമ്മയുണ്ട്, മുത്തുമണിയും കൂടെ ഉണ്ട്. അപ്പുണ്ണിയും എൻ്റെ കൂടെ ഇപ്പം തന്നെ ഉണ്ട്. മുത്തുമണി അമ്മയും വഴിയിൽ വെച്ച് കാണും. അവരവരുടെ വണ്ടിയിൽ, ഞാൻ എൻ്റെ വണ്ടിയിലാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ചെറിയ ചെറിയ അത്തച്ചമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം എൻ്റെ അപ്പുണ്ണി സാർ ദേ ഇവിടെ റെഡിയായി സുന്ദരക്കുടപ്പനായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലുക്ക് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങളുടെ സാരഥി കയറിയിട്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ട് പോവുകയാണ്. അമ്മയും മുത്തുമണി റോട്ടിൽ നിൽപ്പുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തി. അവരവരുടെ വണ്ടിക്ക് നേരെ വണ്ടി വിട്ട് ഞങ്ങൾ പുറകെ പോയായിരുന്നു കേട്ടോ. എസ് ജംഗ്ഷനിലാണ് നമ്മൾ വണ്ടി വെച്ചത്. അവിടെ ചെന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അത്തച്ചമയത്തിന് ബ്ലോക്കില്ലാണ്ടിരിക്കില്ലല്ലോ. അയ്യോ, എന്തോ ആൾക്കാരായിരുന്നു നോക്കി. നമ്മൾ എന്നപ്പോഴത്തേക്കും തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ആയിരുന്നു, കട്ട പോസ്റ്റ്. കുറേ നേരം വെയിലും കൊണ്ട് കുത്തി അവിടേക്ക് ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ പിള്ളേർ ഇടക്കിടക്ക് പോയി ഓരോ മാവേലിക്കൊക്കെ കൈ കൊടുക്കണ്ടായിരുന്നു. ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മസിൽ പെയിനൊക്കെ പിടിച്ചിട്ട് ഞാൻ അവിടെ അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ അവിടെ പോയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇടക്ക് പോയി ഒന്ന് വീഡിയോ എടുക്കും, പിന്നെയും പോയി അവിടെ ഇരിക്കും. ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് പരിപാടി കേട്ടോ. കാരണം നമുക്ക് അധികം നേരം നിൽക്കാനുള്ള അവസ്ഥയായിരുന്നില്ല. ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. പിന്നെ പിള്ളേരെ കാണിക്കാനും എനിക്ക് കാണാനും മൈൻഡൊന്ന് റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ നമ്മളെല്ലാ വർഷം പോണതല്ലേ, അതുകൊണ്ട് പോകാണ്ടിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ വീട്ടിലിരുന്ന് മടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ചുമ്മാ ഒന്ന് കാണുകയും കൂടി ചെയ്യാമല്ലോ, ആൾക്കാരെയും കൂടെ കാണാമല്ലോ എന്ന് ഓർത്തു. പിന്നെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിശപ്പിൻ്റെ അസുഖം ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞിനാറ ഹോട്ടലിൽ കയറിയിട്ട് ദോശയും സാമ്പാറൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. വടയാണ് എൻ്റെ പ്രധാന പരിപാടി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പരിപാടി, പ്രത്യേകിച്ച് ഒരു പരിപാടി വീട്ടിൽ പോക്ക് ഇത് തന്നെ. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാനായിട്ട് ഇത് ഈ ഒരു പോക്കിമാൻ്റെ പിന്നെ ഒരു കിറ്റിയുടെയൊക്കെ ഒരു സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജൻ ബലൂൺ. അങ്ങനെ അമ്മയും മുത്തുമണി നേരെ പോയി, ഞങ്ങളും പോയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ഹാപ്പി ഓണം.